നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനരെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് 4 വർഷക്കാലം പൂഴ്ത്തിവച്ച് തെറ്റായിപ്പോയി എന്ന് പറയുന്ന UDF നേതാക്കളെ, നിങ്ങൾക്കും അതിൽ ഉത്തരവാദിത്വമില്ലേ? നിങ്ങൾക്കറിയില്ല ഇങ്ങനെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതും അത് നടപ്പിലാക്കണമെന്നും. എന്താ പറയുന്നത്? നമ്മൾ പറയുന്നതിൽ ഞാൻ പറഞ്ഞില്ലേ, അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകളാകും, വാക്കുകൾ ചേരുമ്പോൾ വാചകമാകും. വാക്കിന് അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഓരോ പ്രസ്താവനയുടെ സൈഡ് എഫക്റ്റ്, പാർശ്വഫലം എന്താണ്? ഈ 4 വർഷക്കാലം നിങ്ങളും കണ്ണടിച്ചിരുന്നില്ലേ? അപ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മുടെ ലൈൻ ക്ലിയറായിട്ട് വേണം കുറ്റപ്പെടുത്താൻ. അതായത് ബോധപൂർവമല്ല, അർത്ഥശൂന്യമായിട്ടാണ് പല നേതാക്കളും പ്രസ്താവന ഇറക്കുന്നതിന് പറയാൻ വേണ്ടി ഞാനീ പറഞ്ഞത്. ആരെയും കുറ്റപ്പെടുത്താനല്ല. അത് ഒറ്റ ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ മന്ത്രിമാരെ ഉദ്യോഗസ്ഥന്മാർ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും സ്നേഹത്തിലായിട്ട് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് വീട്ടുകാർ സമ്മതിക്കില്ല. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒളിച്ചോട്ടൊക്കെ വരുന്നത്. അങ്ങനെ ഒളിച്ചോടി പെൺകുട്ടിയും ആൺകുട്ടിയും പുറത്ത് വന്നാൽ അവൻ അപേക്ഷ കൊടുത്ത് 1 മാസം കാത്തിരിക്കണം. നടന്നില്ല കാര്യം. അങ്ങനെ ഒരു വൃത്തികെട്ട നിയമം കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായിട്ട് ഏതെങ്കിലും നെറികെട്ട രാഷ്ട്രീയക്കാരും പിന്നെ ഉദ്യോഗ പ്രഭുക്കളും അതേകൂട്ടി മിണ്ടി ഒരക്ഷം. അപ്പോൾ ചോദിച്ചപ്പോന്നറിയോ, ഇവിടെ ലവ് മാരേജ് ഉണ്ട്, എന്താണ് ലവ് ജിഹാദ് ഉണ്ട്, അതുകൊണ്ട് മറ്റ് സമുദായങ്ങളിലെ പെൺകുട്ടികളെ പിന്നെ ഈ ജിഹാദികൾ വന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ്. എൻ്റെ പൊന്ന് മരമണ്ടന്മാർ, മറ്റുള്ള സമുദായം നിങ്ങൾ ഉദ്ദേശിച്ചത് ക്രിസ്ത്യൻ ഹിന്ദു അല്ലേ? ക്രിസ്ത്യൻ ഹിന്ദു സമുദായത്തിലെ പെൺകുട്ടിയുടെ മണ്ടന്മാരാണോ? ഏതെങ്കിലും ജിഹാദി വന്ന് കണ്ണടിച്ച് കാണിച്ച് അവരോട് പുറകം മാത്രമേ ഉള്ളൂ? അപ്പം നിങ്ങൾ പറയുന്നത് ആ ഒരു വിഭാഗത്തെ അടിച്ചാക്ഷേപിക്കല്ലേ? കാരണം ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും പെൺകുട്ടികൾ മറ്റ് ഇതര സമുദായത്തെ കുട്ടികളെക്കാൾ ഒരുപടി മുന്നിലാണ് ബുദ്ധിയിലും പ്രവൃത്തിയിലും. അങ്ങനെയുള്ള പെൺകുട്ടികളെ ഏതോ ഒരു ജിഹാദി വന്ന് കണ്ണടിച്ച് കാണിച്ചാൽ, നല്ല വാക്ക് പറഞ്ഞു, അല്ലെങ്കിൽ സിനിമയ്ക്ക് കൊണ്ട് അവൻ്റെ കൂടെ ഓടിപ്പോകാൻ മാത്രം അത്ര അതമ്പതിച്ച വിഭാഗമാണോ ഇവർ? അല്ല. എന്നിട്ട് നിങ്ങൾ അവരെ കളിയാക്കല്ലേ? ഈ സഭാ നേതൃത്വം, SNDP നേതൃത്വമൊക്കെ അവരുടെ സമുദായത്തിൽ പെൺകുട്ടികളെ മോശക്കാരെ ചിത്രീകരിക്കും, കളിയാക്കല്ലേ? അപ്പം അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് നിയമം വേറെ വഴിക്ക് പോകണം. സാധാരണ ഒരു സ്ത്രീയും പുരുഷനും വിവാഹം ലവ് ആയി കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കാത്ത വരുമ്പോഴാണല്ലോ പിന്നെ രജിസ്റ്റേർഡ് മാരേജ് പോകുന്നത്. അല്ലെങ്കിൽ രജിസ്റ്റർ മാരാവില്ലോ, പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ പോയി ചെയ്താൽ പോരെ? അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുന്ന ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും അവന് അപേക്ഷ കൊടുത്ത് 1 മാസം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ആ വിവാഹം നടക്കാൻ വേണ്ടിയുള്ള നിയമമാണത്. അവിടേക്കാണ് അട്ടർലി ഫെയിലിയർ ആകുന്ന നിയമങ്ങൾ, അടിസ്ഥാനപരമായി ലക്ഷ്യം തെറ്റുന്നത്. എന്തിനാണ് ലവ് മാരേജ്, പിന്നെ രജിസ്റ്റേർഡ് മാരേജ്? 2 വീട്ടുകാരും തമ്മിൽ, അത് പെണ്ണിൻ്റെയും ആണിൻ്റെയും വീട്ടുകാർ തമ്മിൽ പരസ്പര ധാരണ എത്താൻ പറ്റായോ അല്ലെങ്കിൽ എതിർക്കുകയോ ചെയ്യുമ്പോഴാണല്ലോ അവർ ഒളിച്ചോടി പോകുന്നത്. അങ്ങനെ ഒളിച്ചോടി വരുന്ന ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയും വിവാഹം രജിസ്റ്റർ 1 മാസം മുമ്പ് നോട്ടീസ് കൊടുത്ത് കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ ആ നിയമം ഉണ്ടാക്കിയവരെയാണ് തല്ലേണ്ടത്. ഉണ്ടാക്കിയവരെ തല്ലണം. ആരെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും UDF പിന്നെ LDF നേതാക്കൾ ഒരക്ഷരം മിണ്ടിയുണ്ടോ, അതിനൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനൊരു മഹാനോട് ചോദിച്ചു, ആ മഹാൻ വലിയ വിദഗ്ധ മഹാൻ പറഞ്ഞാലോ, അവിടെ ലവ് ജിഹാദ് ഉള്ളതുകൊണ്ട് പല പെൺകുട്ടികളും കൊണ്ടുപോകുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഏടോ, ഇല്ലത്തെ പേടിച്ച് പിന്നെ എലിയെ പേടിച്ച് ഇല്ലം ചുട്ട എലി അവിടെ പോവില്ലേ? ഇല്ലം കത്തൂല്ലേ? അതുപോലെ അങ്ങനെ പോകാൻ അവർ തീരുമാനിച്ചാൽ അത് അവർ പോവില്ലേ? അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും സമുദായ നേതാക്കളും സഭാ നേതാക്കളും SNDP NSS പോലെയുള്ള സംഘടനാ നേതാക്കളും നിങ്ങളുടെ സമുദായത്തിലെ പെൺകുട്ടികൾ നിങ്ങൾ ഒന്നിനും കൊല്ലാത്തവരായി ചിത്രീകരിക്കരുത്. ഞാൻ വീണ്ടും പറയാണ്, മറ്റേതൊരു സമുദായത്തെക്കാൾ കൂടുതൽ ഒരുപടി ഒപ്പമോ അല്ലെങ്കിൽ ഒരുപടി കൂടുതലോ കഴിവുള്ള ബുദ്ധിയുള്ള കുട്ടികളാണ് മറ്റ് ഹിന്ദു സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായത്തിലും. ആ പെൺകുട്ടികളെ കുറിച്ചാണ് ഈ മഹാന്മാർ പറയുന്നത്. ലവ് ജിഹാദ് വന്ന് ഏതോ ജിഹാദി വന്ന് കണ്ണടിച്ചാണ് ഈ പോയത്. ഇതിനേക്കാൾ ലജ്ജാകരമായ അല്ലെങ്കിൽ മണ്ടത്തരം ഒരു കാര്യമുണ്ടോ? സഭയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത്. അങ്ങനെ പറയുമ്പോൾ എൻ്റെ ഭവിഷ്യത്ത് എന്താണ്? വെള്ളപ്പള്ളിക്ക് മനസ്സിലാകുന്നില്ലേ? NSS മനസ്സിലാകുന്നില്ലേ? നിങ്ങൾക്ക് വാസ്തവത്തിൽ മണ്ടനായിട്ട് അഭിനയിക്കാണോ? മണ്ടന്മാരാണോ?
എന്തുമായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. അതുപോലെ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 4.5 വർഷമായിട്ടും അനങ്ങിയിട്ടില്ല. പിന്നെ അനങ്ങിയത് എപ്പോഴാ? എത്ര കാര്യങ്ങൾ വന്നുകൊണ്ടാ കോടതിയെ സമീപിച്ചുകൊണ്ടൊക്കെയാണ്. ഇത് ഓരോ കാര്യങ്ങളും നടപ്പിൽ വരുത്തണമെങ്കിൽ അല്ലെങ്കിൽ റിസൾട്ട് പബ്ലിഷ് ചെയ്യണമെങ്കിൽ 4, 5, 10 എത്രയോ അന്വേഷണ റിപ്പോർട്ട് ഇതേവരെ പുറത്ത് കാണാതിരിപ്പുണ്ട്. ഇപ്പം ഇത് തന്നെ പറയുമ്പോൾ ബ്രഹ്മപുരം പത്തിയെക്കുറിച്ചുള്ള അന്വേഷണ ഒരു റിപ്പോർട്ട് വന്നു. ആ റിപ്പോർട്ട് നയനാറിൻ്റെ മുഖ്യമന്ത്രി കാലത്താണ്. 11 മണിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നു, 4 മണിക്ക് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നു. അത് ഒരു കോൺഗ്രസ് നേതാവ് പത്മരാജ അതിൽ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം രാഷ്ട്രീയമല്ലടോ. പിന്നെ പ്രമുഖ നടനാണെങ്കിലും മെഗാ നടനാണെങ്കിലും എല്ലാം രാഷ്ട്രീയവും സമ്പത്തുമാണ്. ജാതി മതവും പെണ്ണൊന്നുമില്ല. പെണ്ണ് വിഷയത്തിൽ ലോകത്ത് അറിയാമല്ലോ, അമ്മയും അച്ഛനും ബന്ധുക്കളൊക്കെ പ്രോത്സാഹിപ്പിച്ച് വിട്ടു കൊടുക്കാണ് സിനിമയിൽ പോയി അഭിനയിക്കാൻ വന്നിട്ട് കാശുണ്ടാക്കാൻ വന്നിട്ട്. എന്നിട്ട് എല്ലാ വൃത്തികളും കൂട്ടി വന്നിട്ട് അവസാനം പരാതിപ്പെടണം. അതായത് പണ്ട് ഒരു പെൺകുട്ടിയുണ്ട്, എന്നെ 8-10 പ്രാവശ്യം ബലാത്സംഗം ചെയ്തു പറഞ്ഞു. ഒരു പെൺകുട്ടിയെ ഒരു പ്രാവശ്യം ബലാത്സംഗം ചെയ്യാൻ പറ്റുള്ളൂ ഒരാൾ. രണ്ടാമത് ബലാത്സംഗം ചെയ്താൽ ബലാത്സംഗമാവും. അപ്പോഴേക്കും അവർക്ക് എങ്ങനെ രക്ഷയുള്ള മാർഗ്ഗമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടാവില്ലേ? ഇത് നിരന്തരമായിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നിയമം പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിന് സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ നിയമം മിസ്യൂസ് ചെയ്യണം. ഇന്ന് നടക്കുന്ന പല പെൺവാണിഭ കേസിലും 90% ഇല്ലീഗലോ അല്ലെങ്കിൽ അതായത് കൃത്രിമമാണ്. 10% ഒറിജിനലുള്ളൂ. പക്ഷേ ഈ 10% ഒറിജിനൽ ഒരെണ്ണെങ്കിലും അങ്ങനെ ബലാത്സംഗം കാണിയത് നമ്മൾ 100% എതിർക്കണം. അല്ലെങ്കിൽ യാതൊരു സംശയക്കാര്യത്തിലില്ല. അല്ല വ്യക്തിപരമായിക്കൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ. കാർത്തികല്ലേ മന്ത്രിയായിരുന്ന ആൾ കാർത്തികൻ. കാർത്തികൻ്റെ അകാല ജന്മം കാരണം എന്താ? അദ്ദേഹം 27-30 വർഷവും ഏതൊരു നേഴ്സായിട്ട് എന്തോ ബന്ധപ്പെട്ടതുകൊണ്ട് ആ നേഴ്സ് പരാതിപ്പെട്ടതേ മന്ത്രിയായപ്പോഴും ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹം എന്തായത് കാല ജന്മമായത്. ആലുവയിലെ ഡോക്ടർ, ആലുവ പുള്ളി വീട് മരിച്ചു, മെഡിക്കൽ ഡോക്ടറാണ്. അതെന്താ ഏതൊരു നേഴ്സ് പറഞ്ഞു ഞാൻ പരാതിപ്പെട്ടു ഡോക്ടറെ പേരിൽ പറഞ്ഞു. പാവം മനുഷ്യൻ അത് കേട്ട് പേടിച്ച് രാത്രി പാതിരക്ക് ആലുവ പുഴ ചാടി മരിച്ചു. നമ്മുടെ ഉമ്മൻചാണ്ടി സാർ ഇത്രയും പെട്ടെന്ന് അദ്ദേഹം മരിക്കില്ലായിരുന്നു. അദ്ദേഹം സരിത കേസിൽ എടുത്തിട്ട് ആ കേസ് വന്ന ശേഷം ഈ ഉമ്മൻചാണ്ടി സാറ് തന്ത്രത്തിൻ്റെ മുമ്പിൽ ആളുമെടുക്കാണ്, പലരും ഒതുക്കിയിട്ടൊക്കെയാണ്, അത് വേറെ കാര്യം. എങ്കിലും ഇക്കാര്യത്തിലൊക്കെ ഇത്രയും കൊട്ടിക്കോഷിക്കുന്ന കാര്യം ഉണ്ടായിരുന്നു. PC ജോർജ് മെയിൻ കാരണം PC ജോർജും ഗണേഷ് കുമാറൊക്കെയാണ്. ആ ഒറ്റ കാരണം അദ്ദേഹം മാനസികമായി തകർന്നു. മാനസികമായി തകർന്ന് നമ്മുടെ ആ രോഗം പെട്ടെന്ന് നമുക്ക് കീഴ്പ്പെടുത്തും. അതൊരു സൈക്കോളജി ആണല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. ഇത് ഭരണകൂടം ചെയ്യുന്നില്ല, ഉദ്യോഗസ്ഥൻ ചെയ്യുന്നില്ല. ഇപ്പം കാരവൻ സംസ്കാരം പറഞ്ഞു. കാരവൻ സംസ്കാരം പറയുന്ന മെഗാ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ നിങ്ങൾക്ക് മുൻപിൽ നിങ്ങളുടെ ആ മേഖലയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു നിങ്ങളെക്കാൾ മിടുക്കൻ, സൗന്ദര്യത്തിലും വിദ്യാഭ്യാസത്തിലും. ആക്ഷനിലും മോശമല്ല. ആക്ഷൻ പിന്നെ പുള്ളിയെ കൊണ്ട് അഭിനയിക്കാൻ അവസരം കൊടുത്തില്ല. വെറുതെ കാണിച്ച മാത്രം മതി. പുള്ളി കാണാൻ തിയേറ്റർ ആൾക്കാർ വരുന്നത്, അല്ല അഭിനയം കാണാനല്ല. അതുകൊണ്ട് അവസരം കൊടുത്തില്ല. അദ്ദേഹത്തിന് കഴിഞ്ഞു പോയതല്ലേ. അദ്ദേഹത്തിൻ്റെ കാലത്ത് എന്തായിരുന്നു? നിങ്ങൾ ഈ മെഗാസ്റ്റാറും ഈ സൂപ്പർ സ്റ്റാറൊക്കെ നിങ്ങളുടെ കാര്യം നോക്കല്ലാതെ നിങ്ങളുടെ കൂടെ സഹപ്രവർത്തകരുന്ന നടികളോ അല്ലെങ്കിൽ നടന്മാരോ അല്ലെങ്കിൽ എക്സ്ട്രാ ആക്ടേഴ്സൊക്കെ അവരുടെ നിലവാരം എന്താണ്, അവരെന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞില്ലേ, ചിരട്ടൽ വെള്ളം ഉറുമ്പൻ സമുദ്രമാണ്. നമ്മൾ തട്ട് കെട്ടിയാൽ ചിരട്ടയും പോയി സമുദ്രം പോയില്ലേ? അതുപോലെയാണ് നിങ്ങളുടെ ഒരു കോൾ അല്ലെങ്കിൽ ഒരു വാക്ക് മതി ആ പാവങ്ങൾക്ക് സംരക്ഷണം കിട്ടാനും സുരക്ഷാ ബോധം ഉണ്ടാകാനും. പക്ഷെ നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളെ പരിപാടി കഴിഞ്ഞ് ഉടനെ നിങ്ങളുടെ കാരവലിൽ കയറി നിവന്ന് ശ്വാസം വിട്ട് കിടക്കണം. നിങ്ങൾക്കല്ലെങ്കിൽ അത് പറ്റൂല. ഇത്രയൊക്കെ ചെയ്തിട്ട് മമ്മൂട്ടി മോഹൻലാലൊക്കെ 1 ലക്ഷം രൂപ വെച്ച് ദിവസം മുടക്കി ഗ്ലാമർ നോക്കിയിട്ട് എന്ത് ഗ്ലാമറാണ് നിങ്ങൾക്കുള്ളത്? ഒറിജിനലായിട്ട് എന്താ ഉള്ളത്? നിങ്ങളെ ഷർട്ട് ഊരി മേക്ക് മാറ്റി നിർത്തിയോക്ക് പടുവൃദ്ധനായി. ഞാൻ നിങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഞാൻ നിങ്ങളെക്കാൾ പ്രായമാണ് ഇരിക്കുക. ഞാൻ ഒരു മേക്കപ്പ് ഇല്ല, ഒരു പൈസ വേണ്ടി ചെല്ലുവാനില്ല. നമ്മൾ നമ്മുടെ ഒന്ന് നേരിട്ട് ഫേസ് ടു ഫേസ് നിന്ന് നോക്കാം, ആർക്കാണ് അതിൻ്റെ ആരോഗ്യ ലക്ഷണം കാണാം. എന്നിട്ട് പറയാണ് മാറില്ല ഫീൽഡിൽ നിന്ന്. എന്താണ് അവകാശം കിട്ടിയോ? കാരണം നിങ്ങളിപ്പോൾ ഒരു മാറിയില്ലെങ്കിൽ നിങ്ങളെ മാറ്റാൻ ഈ നിങ്ങളുടെ താഴെയുള്ള ജീവനക്കാർക്കൊന്നും പറ്റൂലെന്നേ. കാരണം അവർക്ക് നിങ്ങളെ മാറ്റാൻ കഴിവില്ല.
പിന്നെ ജനങ്ങൾ ഒഴുക്കൊത്ത് നീർന്നുകൊണ്ട് നിങ്ങൾ ആര് വരുന്നു ടൈം പാസ് വേണ്ടി സിനിമ കാണാൻ പോകുന്നു, ആരെന്ത് നോക്കുക, അതൊക്കെ എത്രയുണ്ട്. അഭിനയം കണ്ടും ആളെ കണ്ടു നോക്കുന്ന ആരാ? ഒരു ടൈം പാസ്. നമ്മളിപ്പോൾ കൊല്ലത്തൊരു വീട് റൂമോട് താമസിക്കുന്നു, 2 മണിക്കൂർ സമയം കളയണം, പോയി എന്തെങ്കിലുമായിട്ട് പണ്ട കണ്ട് നേരത്തെ കണ്ട് അങ്ങനെ കാണുന്നല്ലാതെ സിനിമ കണ്ട് അല്ലെങ്കിൽ ആളെ നോക്കി അഭിനയം കണ്ടൊക്കെ ആസ്വദിക്കുന്ന എത്ര പേരുണ്ട്? വളരെ കുറച്ച് പേരുള്ളൂ. ബാക്കിയെല്ലാം ഒരു ടൈം പാസ്സാണ്. ആ നിലക്കുള്ള ബഹുമാനം നിങ്ങൾക്കുള്ള, അല്ല നിങ്ങളുടെ കഴിവോ നിങ്ങളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നുമില്ല. സൗന്ദര്യം കാണുന്നുള്ള 74 വയസ്സുള്ള ആൾ കാമുകനായിട്ടൊക്കെ വന്നാൽ എന്ത് സൗന്ദര്യം ആസ്വദിക്കാനാ? ആ കാലം കഴിഞ്ഞില്ലേ? അപ്പോൾ ശക്തമായ പ്രതിഷേധമാണ്. ഈ ഒരു വൃത്തികെട്ട ഒരു സമൂഹം, ഈ സമ്പന്നന്മാർക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം, അത് മന്ത്രിയാണെങ്കിലും രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും നടന്മാരാണെങ്കിലും അവർക്ക് വേണ്ടി നിൽക്കുന്ന സമൂഹം, അതല്ല വേണ്ടത്. നിങ്ങൾ സാധാരണക്ക് വേണ്ടി പ്രവർത്തിച്ച് നോക്ക്. അപ്പോൾ നിങ്ങൾ എത്ര മനസ്സമാധാനവും മനസ്സ് സന്തോഷവും കുളിർമയും കിട്ടും. അത് ചെയ്യുന്നുണ്ടോ? 4 വർഷം പൂഴ്ത്തി വെച്ച് ഇപ്പോഴും വരില്ലായിരുന്നു. അതും ഒരു ഗവൺമെൻറ് എന്നാണ്. അപ്പോൾ ഇതൊന്നും ആത്മാർത്ഥമായിട്ടല്ലത്. നല്ല പിന്നെ വിവാഹ രജിസ്റ്റർ 1 മാസം പറഞ്ഞ പോലെയാണിത്. അതുപോലെ മറ്റൊരു അപകടമാണ് ഇപ്പോൾ സംവരണ പഠനത്തെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത്. ഇവിടെ ക്രീമി ലെയർ കൊണ്ടുവന്നുണ്ട്. OBC-ക്കാരുടെ ഇടയിൽ ക്രീമി ലെയർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ ട്രൈബിൻ്റെയും ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ടൈപ്പിൻ്റെ ഇടയിൽ ക്രീമി ലെയർ കൊണ്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് ആൾക്കാരെ പറ്റിയ ആൾ യോഗ്യമുള്ളത് കിട്ടാനുള്ള വരാതെയുണ്ട്. അത് ഇതും കൂടി വന്നാൽ പിന്നെ ആരും ഇല്ലാതെ വരും. കാരണം 10 വയസ്സൊക്കെ വഴിയുള്ളതല്ലേ പഠിക്കാൻ പോവുള്ളൂ, അല്ലാതെ പഠിക്കാൻ പോവും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യം ഈ വിഭാഗത്തെ, ഈ പിന്നോക്ക ദളിത് ന്യൂനപക്ഷ വിഭാഗത്തെ എന്നേക്കുമായിട്ട് സമൂഹത്തിൽ നിന്ന് ഒതുക്കി വരിക എന്നുള്ള. വാസുവിൽ സംവരണത്തിന് ഉദ്ദേശം ജോലി കിട്ടുക, സമ്പാദിക്കുക, പണം ഉണ്ടാക്കുന്ന അല്ലടോ. അത് മനസ്സിലാക്ക്. എന്താണ് സംവരണത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം? അത് അവനൊരു ജോലി കിട്ടി, അവൻ രക്ഷപ്പെട്ട് വീട് വെച്ച് ജീവിക്കട്ടെ, അതല്ല. പണമല്ല, സമ്പത്തല്ല ഇവിടെ വിഷയം. അവൻ്റെ എന്താണ് അംഗീകാരമാണ്. ഞാൻ പറഞ്ഞ ജഗജ്ജീന്ദ്ര പണക്കാരനായിരുന്നോ? എന്നിട്ട് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത പ്രതിമ, അനാച്ഛാദന ചെയ്ത പ്രതിമ പുറത്ത് ഇപ്പോൾ ഗംഗാജലം ശുദ്ധീകരിച്ചില്ലേ? അപ്പം അങ്ങനെയുള്ള അവസരത്തിൽ അവന് അധികാര ശ്രേണിയിൽ വന്നിട്ട് അവന് അംഗീകാരം കിട്ടും. അതിനു വേണ്ടിയാണ് ഈ സംവരണം വെച്ചിരിക്കുന്നത്. അല്ല വെറുതെ ജോലി കിട്ടി സമ്പാദിക്കാനല്ല. ഇവിടെ പലരും ധാരണ ജോലി കിട്ടി സമ്പാദിക്കാൻ വേണ്ടിയാണ്. ജോലി കിട്ടി വേറെ എന്തെല്ലാം മാർഗമുണ്ട്, സമ്പാദ്യമാണെങ്കിൽ എന്തെല്ലാം മാർഗമുണ്ട്. ഇതൊന്നും അല്ല ശരി, ഇതൊന്നും ആത്മാർത്ഥമായിട്ടില്ല. ഇപ്പോൾ തൽക്കാലം BJP ഗവൺമെൻറ് ഇത് ഒന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അത് പെൻഡിങ്ങിൽ വച്ച് മാത്രമേ ഉള്ളൂ, അതൊന്നും ഒഴിവാക്കി പോയൊന്നുമില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, അത് രാഹുൽജിയാണെങ്കിലും ആരാണെങ്കിലും, നിങ്ങൾ കുറച്ചുകൂടി ബോധവാന്മാരിക്കണം. കാരണം ഇവർ ഏത് നിമിഷവും അടുത്ത ഒരു 1-2 ചെറിയ ഇലക്ഷൻ കഴിയുമ്പോഴേക്കും ഇവരൊക്കെ ഈ ചാൻസ് മാറി വന്നാൽ അവർ പഴയതെടുക്കും. അതുകൊണ്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കണം. ഈ ഭൂപ്രഭുക്കളുടെ കയ്യിൽ നിന്നും ഈ പാവം ജനതയെ രക്ഷപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി സജ്ജമായിരിക്കണം, നിങ്ങൾ സുതാര്യമായിരിക്കണം, നിങ്ങൾ അഴിമതിയോ അല്ലെങ്കിൽ ആരോടും വിധേയരാകരുത്. ഇപ്പോൾ ഞാൻ കള്ളുഷാപ്പിൽ കയറിയിട്ട് കള്ള് കൊടുക്കാനല്ല, അവിടെ ആരൊക്കെ വരുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുമോ? അതിന് ഫിലോസഫി ഇതാണ്. നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, പബ്ലിക്കിനെ മറ്റുള്ളവർ ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഞാൻ അഴിമതി ചെയ്യുന്നില്ല, എനിക്ക് എൻ്റെ പേരിൽ പെണ്ണേഴ്സൊന്നുമില്ല, എനിക്ക് കാമുകൊന്നുമില്ല എന്ന് പറഞ്ഞാൽ പോരാ, അത് തെളിയിക്കണം. രാഹുൽജിയുടെ പേരിൽ വന്നപ്പോൾ ആരോപണമില്ലേ, അതല്ല, സത്യമല്ല എന്ന് നിങ്ങൾ തെളിയിക്കണത്, അല്ലെങ്കിൽ അത് അപകടത്തിലേക്ക് പോകുന്നത്. അപ്പം നമ്മുടെ കൈ കുറച്ചുകൂടി ശുദ്ധമായിരിക്കണം, കുറച്ചുകൂടി ഓപ്പണായിരിക്കണം, സുതാര്യമായിരിക്കണം. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇന്നത്തെ പ്രതിപക്ഷ നേതാക്കളുടെ കാര്യം. ഭരണകക്ഷിക്ക് എന്ത് ചെയ്യുക? അപ്പോൾ കൽക്കട്ടയിൽ കൃത്രിമമായിട്ടൊരു ബലാത്സംഗ കേസ് ഉണ്ടാക്കി കേസ് നടത്തിയല്ലോ, ആ കേസ് തള്ളിപ്പോയില്ലേ? അതേ സ്ഥലത്ത് ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെതിരെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ആരെയും ആക്രമിക്കുന്ന നല്ലതല്ല. അതുപോലെ ആരെയും ബലാത്സംഗം ചെയ്യുന്നത് ഒരു കാരണം ന്യായീകരിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഈ മമതാ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാനുള്ള ഒരു ഗൂഢതന്ത്രത്തിൻ്റെ പുറകില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ മമതക്ക് മനസ്സിലായില്ലെന്നുള്ള. ഞാൻ ഇന്നലെ പറഞ്ഞു, മമതക്ക് കാഴ്ചയുണ്ട്, ഉൾക്കാഴ്ച കുറഞ്ഞു പോയി. ഉൾക്കാഴ്ച അതപ്പോൾ തന്നെ അത് ഒതുക്കിക്കളയേണ്ടില്ലായിരുന്നോ? അത് അന്വേഷിക്കാൻ പോലീസ് സമയമെടുത്ത് അത് ആത്മഹത്യക്ക് ചിത്രീകരിച്ച് അതൊക്കെയല്ലേ ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോണ മമത. അപ്പോൾ മമതയെ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്നുള്ള ശ്രമത്തിൽ വൻ സന്നാഹമായിട്ട് BJP ചെയ്യുമ്പോൾ
ആ മമത കാണാതെ കണ്ണടിച്ചിരുന്നപ്പോൾ അവരും മണ്ടി അല്ലെങ്കിൽ ബുദ്ധിശൂന്യല്ലേ കാണിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞില്ലേ? അപ്പോൾ ഏതായാലും കേരള ഗവൺമെൻറ് ആണെങ്കിലും മമത ഗവൺമെൻറ് ആണെങ്കിലും BJP ഗവൺമെൻറ് ആണെങ്കിലും അവരൊരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്. അവരൊരു ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയാണ് എല്ലാം ചെയ്തത്. അതിൻ്റെ പേരിൽ എന്ത് ന്യായവും എന്ത് അന്യായവും ചെയ്യാം. എന്താണ് എന്നോട് പലരും ചോദിക്കുന്നത്, നിങ്ങൾ എന്താണ് ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാത്തത്? മുന്നിൽ രാഷ്ട്രീയം ഉറച്ചു നിന്നാലേ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് MLA ആകാൻ പറ്റുള്ളൂ, എങ്കിൽ നിങ്ങൾ കൈക്ക് പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന്. നമുക്ക് താല്പര്യമില്ലെന്ന്. എന്താ കാര്യം അറിയുമോ? ഞാനൊരു മുന്നണിയിൽ നിന്ന് കഴിഞ്ഞാൽ ആ മുന്നണി പറയുന്ന എല്ലാ തെറ്റിനും ഞാൻ അനുകൂലിക്കണം. ഏതൊരു മുന്നണി പറയുന്ന എല്ലാ ശരിയും നമ്മൾ എതിർക്കണം. എങ്കിലേ മുന്നണിയിൽ ബന്ധം നിൽക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ മനസ്സാക്ഷി പറ്റില്ല. തെറ്റ് തന്നെ ആയിരിക്കണം. അതാണ് മുന്നണി ബന്ധത്തിലുള്ള പ്രത്യേകത. അപ്പോൾ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മെഗാ സ്റ്റാറായാലും സൂപ്പർ സ്റ്റാറായാലും ഏത് സ്റ്റാറാണെങ്കിലും നിങ്ങളുടെ സഹപ്രവർത്തകരുടെ കാര്യം കൂടി നിങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കണം. മറ്റൊരു കാര്യം, ഒരു താടിക്കാരൻ ഒരു തോമസ് ആട്ടുണ്ട്, ജോസഫ് ആട്ടെ, മമ്മൂട്ടിയുടെ പേരെടുത്ത് പറഞ്ഞ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എടോ നെറികെട്ടവനെ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. ഇവിടെ ഒരു സ്ത്രീയും പുരുഷനും പരസ്പരം സമ്മതിച്ച് ഇന്ത്യയിൽ എവിടെ പോയി എന്ത് ചെയ്താലും ഒരു പരാതിയില്ലെന്ന് സുപ്രീം കോടതി നിയമമുണ്ടാക്കി. അത് തെറ്റ് ശരിയൊക്കെ മതപരമായിട്ട് നോക്കുകയാണെങ്കിൽ വ്യഭിചാരം തെറ്റാണ്, യാതൊരു സംശയക്കാത്തില്ല. അത് ആത്മീയമായിട്ട് ഭൗതികമായിട്ട് ഇവിടെ ഒരു വിഷയമില്ല. ഞാനും ഒരു സ്ത്രീ ഇഷ്ടപ്പെട്ട്, അവൾ വിവാഹിതമാകട്ടെ ഭർത്തൃപതി ആകട്ടെ, ആരും ആയാലും വേണ്ടില്ല, ഒരു പോയി ബന്ധപ്പെട്ടില്ല, ഒരു തെറ്റൂടെ ഇല്ല. ഇപ്പം നിയമം ഉണ്ടാക്കി ഗവൺമെൻറ്, അത് 100% ശരിയല്ല, 100% തെറ്റാണ് നിയമം, എങ്കിലും അത് വേറെ വശം. അങ്ങനെയുള്ള ഇന്ത്യയിൽ നീ എന്ത് നെറികെട്ട ഭാഷയാണ് മമ്മൂട്ടി പേര് പറഞ്ഞ് മുസ്ലിം കുടുംബസ്ത്രീകളെക്കുറിച്ച് സമുദായത്തൊക്കെ ആക്ഷേപിക്കുന്നത്? ഒരു കാര്യം പറയാം, നീ എണ്ണിക്കോ ശരിക്കും കാത്ത് നെറികെട്ട ഭാഷ ഈ സമുദായത്തെ പേര് കയറ്റിക്കഴിഞ്ഞാലോ ചോദിക്കാൻ ആളില്ലാന്ന് വിചാരിക്കരുത്. അത് വിചാരിക്കരുത്. മമ്മൂട്ടി പേര് നീ എടുത്തെടുത്ത് പറഞ്ഞ് മുസ്ലിം സമുദായത്തെ കൂടി ആക്ഷേപിച്ചിരിക്കുന്നത്. അവർ എന്ത് ചെയ്യാനും ചോദിക്കില്ലാത്തവരാണ്, കുടുംബിനികൾ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പ്രതികരണ ശേഷി ഇല്ലാത്തവരെന്ന് പറയുന്നത്. എടോ നെറികെട്ടവനെ നീ സൂക്ഷിച്ചില്ലെങ്കിലേ അധികം സംസാരിക്കേണ്ടി വരില്ല കേട്ടോ, ഓർമ്മണം. കാരണം ജനങ്ങളെല്ലാവരും മണ്ടന്മാരെന്ന് വിചാരിക്കരുത്. നിനക്ക് വ്യക്തിപരമൊക്കെ ഉണ്ടാവും, നിങ്ങൾ സംഘപരിവാരം ഉണ്ടാക്കാൻ വേണ്ടി പണം മാച്ചുണ്ടാവും. അതിന് ഈ സമുദായത്തോട്ട് കളിക്കരുത്. രാഷ്ട്രീയമായി നിങ്ങൾ മുസ്ലിം ലീഗിനെ കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ മറ്റേ കോൺഗ്രസ് ഒക്കെ, അതൊക്കെ വേറെ കാര്യം. സമുദായത്തൊട്ട് കളിക്കരുത്. വെള്ളാപ്പള്ളി പറഞ്ഞല്ലേ, സമുദായത്തൊട്ട് കളിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് വലുതായിക്ക് പോകാനെ കുഞ്ഞാണ്ടി ഓർമ്മ വയ്ക്കണം. ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് നിർത്താണ്. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.